സ്പെഷ്യൽ ഒക്കേഷൻസ് ഇതൊക്കെ വരുന്നത് അല്ലേ? ഇനിയൊരു ഒക്കേഷൻ വരുന്നത് എന്താണ് പറയുന്നത്? ടു ഒബേ ദ വോട്ടിംഗ് പ്രൊസീജിയർ. വന്നയാൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല. വരുന്ന തന്നെ ഇങ്ങനെ 2-4 കാലയിലൊക്കെ ഇങ്ങനെ ആടി വന്നിട്ട് ഞാൻ ഇന്ന ആൾക്ക് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പറഞ്ഞാൽ നമ്മുടെ ബൂത്തിനകത്ത് നിർത്താൻ പാടില്ല. അയാളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പാടില്ല. പക്ഷേ അയാൾ ആദ്യം അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ഇറക്കി വിട്ട് കുറേ കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോൾ ആട്ടോ ഒക്കെ പോയി, കാരണം അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പോയി. നേരെ നടന്നു വന്ന് പോളിംഗ് ഓഫീസർ ടേബിളിൽ വന്ന് നോക്കി, ഇപ്പുറത്ത് 17A രജിസ്റ്ററിൽ ഒപ്പും വെച്ച് സാഹചര്യം പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ ചുരുക്കി പോവുക. 17A രജിസ്റ്ററിൽ ഒപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി വോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങി. തേർഡ് പോളിംഗ് ഓഫീസർ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും കൈപൊക്കി കാണിക്കൽ അങ്ങനെയൊക്കെ കാണിക്കുമെങ്കിൽ അയാളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? പുറത്താക്കുന്നത്. പോലീസിനോട് പറഞ്ഞ് പുറത്താക്കുന്നത്. അപ്പോൾ 17A രജിസ്റ്ററിൽ ഒന്ന് കൂടി 786 നിൽക്കുക. ആക്ടിവേറ്റ് ചെയ്ത ബാലറ്റ് യൂണിറ്റിൽ വോട്ട് ചെയ്യാതെ ആളെ പുറത്താക്കിയിരിക്കുക. ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാതെ അത് 17C ചോദിക്കും. അപ്പോൾ നമ്മൾ അവിടെ എഴുതിയിട്ട് കുറച്ചാൽ മതി. അപ്പം 49M എന്നും പറഞ്ഞ് നമ്മൾ തള്ളി പുറത്താക്കി, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ആളെ പറഞ്ഞ് വിട്ട് പോയി, വോട്ട് ചെയ്യിക്കുന്നില്ല. ആ കേസ്. ഇനി അടുത്ത കേസ് എന്തുവാണ്? എല്ലാം 49 തന്നെ. ഇത് 49O എന്ന് പറയും. അവിടെ എന്താ പറയുന്നത്? വോട്ടർ കടന്നു വന്നു, 17Aയിൽ എൻട്രി വരുത്തി, വോട്ട് ചെയ്യാൻ വേണ്ടി കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞു. അപ്പോൾ അയാൾ പറയുക, ഞാൻ വോട്ട് ചെയ്യുന്നില്ല. ഇതെന്ത് രാജ്യമാണ്? ഇവിടെ എന്ത് ജനാധിപത്യമാണ്? ഇവിടെ എല്ലാവരും അകത്തിടുകയാണ്, ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞ് ഞാൻ വോട്ട് ചെയ്യാം. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ വന്ന് വിളിക്കുന്നു, അങ്ങനെയൊന്നും പറയണ്ട, നമ്മുടെ രാജ്യമാണ്, ഇലക്ഷനാണ്, തിരഞ്ഞെടുപ്പാണ്, വോട്ട് ചെയ്യുമെന്നൊക്കെ കുറച്ച് പറഞ്ഞു നോക്കിയിട്ട് രക്ഷയിൽ ആളെന്ത് ചെയ്തു? വോട്ട് ചെയ്യാതെ പോയി. എന്തുണ്ട് മാർഗം? ഇനി തേർഡ് പോളിംഗ് ഓഫീസർ ആക്ടിവേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് വിഷമിക്കണ്ട. കാരണം അടുത്ത ആൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് വിടാം. അത് ഈ 2 കേസിലും പറ്റും. പക്ഷേ 17A രജിസ്റ്ററിൽ ഒന്ന് കൂടി. ഇനി ഇങ്ങനത്തെ കേസിൽ 2 വന്നാൽ 2 കൂടി നിൽക്കും. അപ്പോൾ 17C ഫോമിൽ എത്ര പേര് വോട്ട് ചെയ്യാതെ പോയി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പരിഹരിക്കാൻ വേണ്ടി മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറിൻ്റെ കണ്ണിറുക്കി കാണിച്ചിട്ട് വോട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് വേണ്ട. അപ്പോൾ ഈ 2 കേസും 3ലും 4ലുമായിട്ട് 17C നമുക്കൊന്നും കൂടി ഇച്ചിരി കഴിയുമ്പോൾ 17C വരുമ്പോൾ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇത് രണ്ടും 17Aയിലെ കണക്കിൽ നിന്നും കുറയ്ക്കുമ്പോൾ മെഷീനിലോ ഒക്കെ ടാലിയായി. അങ്ങനെ ടാലിയാവുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം പെട്ടെന്നായിരിക്കും ടാറ്റ ബൈബോ ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത്. ഇത് 17A രജിസ്റ്ററിൽ റിമാർക്സ് കോളത്തിൽ ചേർക്കണം. ഇന്നണക്ക് വോട്ട് ചെയ്യാൻ റഫീസ് ടു വോട്ട് അങ്ങനെയാണെന്ന് രേഖപ്പെടുത്തണം. റഫ്യൂസൽ ടു ഒബേ വോട്ടിംഗ് പ്രൊസീജിയർ 49M പ്രകാരം തിരഞ്ഞെടുപ്പിൻ്റെ പ്രൊസീജിയർ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. വരുമ്പോൾ തന്നെ വിളിച്ചു, ഞാൻ ഇനി ആൾക്ക് വോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ തന്നെ ആളെടുത്ത് ലീഗൽ അയക്കണം. അതാണ് പറയുന്നത്. വിളിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാനോ ആക്ഷൻ കാണിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ കാണിച്ചാൽ എന്ത് ചെയ്യും? പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ കൊണ്ട് മാറ്റണം, പുറത്താക്കാൻ പോകും. അങ്ങനെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കാൻ പോകുന്ന ഒരാൾ പുള്ളി വന്നത് വളരെ മര്യാദക്കാരനായിട്ടാണ് വന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ വന്ന് പ്രൊസീജിയർ കഴിഞ്ഞു. സെക്കൻഡ് വന്നപ്പോൾ നമ്മൾ 17Aയിൽ എഴുതി രേഖപ്പെടുത്തി അയാളുടെ ഒപ്പൊക്കെ വാങ്ങി തേർഡ് പോളിംഗ് ഓഫീസർ എന്ത് ചെയ്ത് ബാലറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞു. അപ്പോഴാണ് ഇയാൾക്ക് ഇളകുന്നത്. ഞാൻ ഇനി ആൾക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞു. അപ്പം തന്നെ അങ്ങനെയുള്ള ആളെ കൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. അയാളെ പോലീസ് മുഖാന്തരം പുറത്തോട്ട് മാറ്റി. അപ്പം 17Aയിൽ ഒരു എൻട്രി അവിടെ വന്നു. 710 നോക്കുക. മെഷീനിൽ 709. ഒരാൾ വോട്ട് ചെയ്യാതെ പോയില്ലേ? വോട്ട് ചെയ്യാതെ നമ്മൾ മാറ്റിയില്ലേ?
അപ്പോൾ ഒരു ഇംബാലൻസ് വരുന്നത് 17A ഒന്ന് കൂടുതൽ, മെഷീനിൽ ഒന്ന് കുറവ്. ഈ കുറവ് പരിഹരിക്കാൻ 17C ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. 17C ചോദിക്കുന്നുണ്ട് എത്ര ആളുകളെ വോട്ട് ചെയ്യിക്കാതെ പറഞ്ഞയച്ചു. അപ്പം നോട്ട് അലൗഡ് ടു വോട്ട് കേസായിരുന്നു. നമ്മൾ അനുവദിച്ചില്ല. അതെവിടെ രേഖപ്പെടുത്തണം? 17A ആ റിമാർക്സ് കോളത്തിൽ നോട്ട് അലൗഡ് ടു വോട്ട് എന്ന് നമ്മൾ രേഖപ്പെടുത്തി വെച്ചു. ഇനി 49O എന്ന് പറയുന്ന നോട്ട് ഡിസൈഡഡ് ടു വോട്ട്. വോട്ടർ തന്നെ തീരുമാനിച്ച് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഈ വോട്ടർ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോലെ ഈ കാണുന്ന 40 ഡിഗ്രി എത്രയുണ്ട് സെൽഷ്യസ് ചൂട്, ഇതെല്ലാം കൊണ്ട് നടന്ന് ഈ പാടത്തോടി നടന്ന് ബൂത്തിലെത്തിയിട്ട് കയറി വന്ന് ആളെ തിരിച്ചറിഞ്ഞ് ഒപ്പ് വാങ്ങി 17A അതാണ് നോട്ട് ചെയ്യേണ്ടത്. 17A എൻട്രി വന്ന് സ്റ്റേറ്റ് പോളിംഗ് ഓഫീസർ ബട്ടൺ അമർത്തി കൊടുത്തു. അങ്ങോട്ട് നീങ്ങിയപ്പോൾ പുള്ളി പറയുക ഞാൻ അയാളെ അങ്ങ് വോട്ട് ചെയ്യാതെ ഇറങ്ങി അങ്ങ് പോകും. നല്ല വാക്ക് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു നോക്കാം, മോനെ വന്ന് വോട്ട് ചെയ്തിൻ്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞു നോക്കുക. വോട്ട് ചെയ്താൽ ചെയ്തു. ഇയാളങ്ങ് പോയി. 17A എൻട്രി വന്നു, വോട്ട് ചെയ്യാതെ ആള് പോയി മെഷീനിൽ. അപ്പൊ സ്റ്റേറ്റ് പോളിംഗ് ഓഫീസർ ഭയപ്പെടും, ഞാനിനി എന്ത് ചെയ്യും, ഞാനിങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ സ്റ്റേറ്റ് പോളിംഗ് ഓഫീസർ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താ, അടുത്ത ആള് വരുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യിച്ച് ആ പ്രശ്നം പരിഹരിക്കാം. അപ്പൊ ഇങ്ങനത്തെ കേസ് രേഖപ്പെടുത്താൻ 17C 4ാമത്തെ സീരിയൽ നമ്പറിൽ ചോദിക്കുന്നുണ്ട് വോട്ട് ചെയ്യാതെ പോയവരെത്ര, നമ്മൾ വോട്ട് ചെയ്യിക്കാതെ വിട്ടവരെത്ര. ഇത് ഓർത്തോണം നിങ്ങളെ, അത് വരുമ്പം ഓർത്തോണം. ഇനിയൊരു വോട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ പഠിച്ച് ചലഞ്ച് വോട്ട്, ടെൻഡേഡ് വോട്ട്, ബ്ലൈൻഡ് വോട്ട്, പിന്നെ ഡിഫൻസിന്റെ പ്രോക്സി വോട്ട്, പിന്നെ വോട്ട് ചെയ്യിക്കാതെ പറഞ്ഞിട്ട കേസ്, നോട്ട് അലൗഡ് വോട്ട്, സ്വന്തമായിട്ട് വോട്ട് ചെയ്യാതെ പോയൊരു കേസ് 6,